പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ നാം പഠിച്ചു എപ്രകാരമാണ് യേശുവിനെ അനുഗമിക്കുക എന്നത്. യേശു ശിഷ്യന്മാരെ വിളിച്ചു, എന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. യേശുവിനെ അവർ അനുഗമിച്ചു. യേശുവിൻ്റെ വാസസ്ഥലത്ത് യേശുവിനോടൊപ്പം ജീവിച്ചു, വചനം കേട്ടു. അതിനുശേഷം നാം വീണ്ടും കണ്ടു യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ മാതൃക തൻ്റെ അമ്മയെ തന്നെയാണ് ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ. അമ്മ തൻ്റെ അനുസരണത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ, സമർപ്പണത്തിലൂടെ തൻ്റെ പുത്രൻ്റെ കാലടികളെ എപ്രകാരം അനുഗമിച്ചോ അപ്രകാരം തന്നെ അനുഗമിക്കുവാൻ തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ട ശേഷം അനേകം ചോദ്യങ്ങൾ ശാലോമിലേക്ക് വരുന്നുണ്ട്. അതിലെ ഒരു പ്രത്യേക ചോദ്യം എടുത്തുകൊണ്ടാണ്. അതായത്, ഒരു എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ലോകത്തിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിനെയൊക്കെ എപ്രകാരം നമ്മൾ സമീപിക്കണം? ഇതേപ്പറ്റിയൊക്കെ നാം സംസാരിക്കുകയുണ്ടായി. ഇതേ സംബന്ധിച്ചും പല ചോദ്യങ്ങളും ഇവിടെ വന്നു. ആ ചോദ്യങ്ങളെ പഠിച്ച ശേഷം ഇന്ന് ആ ചോദ്യങ്ങളിൽ ചിലത് നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അതുവഴി നമ്മൾ ലോകത്തിന് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യേകമായ സന്ദേശം എന്താണ്, ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കാരണം എന്താണ്, ഇതൊക്കെ നാമും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ആ ചോദ്യം? അത് നിങ്ങൾക്കിവിടെ ചോദിക്കാവുന്നതാണ്. പാലക്കാട് നിന്നും സെലിൻ എഴുതിയൊരു ലെറ്ററാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പറയുകയുണ്ടായല്ലോ. അത് ഒരു ചരിത്ര വസ്തുതയാണെന്നും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അച്ഛൻ പറയുകയുണ്ടായി. മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടലുകളുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ അടുത്ത് തന്നെ പലയിടത്തും അമ്മ പ്രത്യക്ഷപ്പെട്ടതായും ചിലയിടങ്ങളിൽ സുഗന്ധം, പാൽ, എണ്ണ, രക്തം എന്നിവ കണ്ടതായും പറയപ്പെടുന്നു. എന്താണ് തിരുസഭയുടെ ഇതിനെക്കുറിച്ചുള്ള പഠനം? ഇതെല്ലാം വിശ്വസിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പല എഴുത്തുകളും ഇതേ രീതിയിലുള്ളത് വായിക്കുകയുണ്ടായി. സഭയുടെ ആരംഭം മുതലുള്ള ഒരു വലിയ പ്രതിഭാസമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്നും അത് തുടരുന്നു. എന്നാൽ സ്ലിഹന്മാരുടേതോ മറ്റു വിശുദ്ധരെയോ ഇതുപോലെ അത്ഭുതങ്ങളൊന്നും നാം കാണുന്നില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കുറവലങ്ങാട്, അതിന് ചരിത്രം പറയുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. അവിടെ മാതാവിൻ്റെ പ്രത്യേകമായ പ്രത്യക്ഷം ഒരു പെൺകുട്ടിക്കുണ്ടായെന്നും അതിനുശേഷം മാതാവ് പറഞ്ഞിട്ട് അവിടെ പാറയിൽ നിന്നും ജലം വന്നു, അതാ പെൺകുട്ടി കുടിച്ചെന്നുള്ള ഒരു ഐതിഹ്യമാണല്ലോ നമ്മുടെ കുറവിലങ്ങാട്ടെ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയും പുരാതനമായ തീർത്ഥാടന കേന്ദ്രവുമായ മാതാവിൻ്റെ പള്ളിയിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യമ കാലങ്ങൾ മുതൽ ഇതുപോലെയുള്ള പ്രത്യക്ഷത്തെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ഒന്ന്, സെലിൻ അതിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചരിത്ര വസ്തുത തന്നെയാണ്. ചരിത്രത്തെ ആർക്കും മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുന്നത് എല്ലാം ചരിത്ര വസ്തുക്കളാണെന്നുമില്ല. അതുകൊണ്ട് സഭ ഇതിനെ വളരെ ഗൗരവപൂർവവും വിവേകപൂർവവും മാത്രമേ കണ്ട് ഇതിനെപ്പറ്റിയുള്ള വിശദീകരണം കൊടുക്കാറുള്ളൂ. എന്തുകൊണ്ട് മേരി ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു? അതിൻ്റെ ഉത്തരം ഞാൻ കണ്ടെത്തുന്നത് ബൈബിളിൽ തന്നെയാണ്. ബൈബിളിൽ നാം കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, അതായത് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവസാനമായി അവർക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്.
കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു ആരാണ് ഒരു ക്രിസ്ത്യാനി. യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ അനുഗമിച്ച് യേശുവിനോടൊപ്പം വസിക്കുന്നവരാണ്, യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടും ഒരു ക്രിസ്ത്യാനിയുടെ കടമ തീരുന്നില്ല. അവൻ അയക്കപ്പെട്ടവനാണ്, അവൻ അയക്കപ്പെടുന്നു. അത് യേശു എല്ലാ ശിഷ്യർക്കും കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. ആ കൽപ്പനയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ കാണുന്നത്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയായിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് ഏറ്റവും അടിസ്ഥാനം ഞാൻ കാണുന്നത് ഈ വചനത്തിലാണ്. കാരണം മേരിയും അയക്കപ്പെട്ട വ്യക്തിയാണ്. നാം കാണുന്നില്ല മേരിയെ വിളിച്ചുകൊണ്ട് നീ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ യേശു പറയുന്നതായിട്ട്. ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പഠനത്തിൽ നാം കണ്ടു യേശുവിനെ ഏറ്റവും അടുത്തനുകരിച്ച ആദ്യത്തെ ക്രിസ്ത്യാനി അത് മേരിയാണ്. ആദ്യത്തെ പൂർണ്ണമായ ശിഷ്യ അത് മേരിയാണ്. എങ്കിൽ മേരിക്കും കർത്താവ് തീർച്ചയായിട്ടും ഈ കൽപ്പന നൽകിയിട്ടുണ്ട്. അതിന് വ്യക്തമായ തെളിവുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-27 കാണുന്നത് എന്താണ്? മേരിയുടെ ദൗത്യം സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട്, സ്ത്രീ ഇതാ നിൻ്റെ മകൻ. അവിടെ ആ സ്ത്രീയുടെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. അതൊരു ദൗത്യമാണ്, ഒരൈക്യപ്പെടലാണ്. മേരിയെ ലോകത്തിൻ്റെ സകലമാന ദേശത്തേക്കും യേശു അയക്കുന്നൊരു രംഗമാണത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കുന്ന രംഗമാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മേരി അയക്കപ്പെട്ടവളാണ്, ആദ്യമായി അയക്കപ്പെട്ടവൾ. യേശുവിൻ്റെ ആ സമർപ്പണത്തോടു കൂടി തന്നെ ആ അയക്കപ്പെടലിൻ്റെ തുടർച്ചയാണ് നൂറ്റാണ്ടുകളിലൂടെ മേരി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലത്ത്, വിവിധ രീതിയിൽ, വിവിധ സന്ദേശങ്ങളുമായി. ചില സ്ഥലത്ത് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നു, ബാക്കിയുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. വേറെ ചിലയിടത്ത് യുവാക്കൾക്ക് പ്രത്യക്ഷപ്പെടുന്നു, ചുറ്റുമുള്ള ആയിരങ്ങളുണ്ടെങ്കിലും അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ചില സ്ഥലത്ത് പാവങ്ങൾക്കും വീട്ടമ്മമാർക്കും അങ്ങനെ മാതാവിന് ഇഷ്ടമുള്ളവർക്ക് പ്രത്യക്ഷമുണ്ടാകുന്നു. കേരളത്തിൽ തന്നെയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പല അത്ഭുതങ്ങളെപ്പറ്റി നാം കണ്ടിട്ടുണ്ട്. നമ്മിൽ പലരും പോയി അത് കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു സന്ദേശവും നൽകുന്നുണ്ട്. എന്താണ്? യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സന്ദേശം തന്നെയാണ്. നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യേശുവിനെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരിക അമ്മയുടെ സന്ദേശവും ഇത് മാത്രമാണ്. എന്താണ്? അമ്മ കാനായിൽ വെച്ച് അമ്മ ചെയ്ത ആ ദൗത്യം മാത്രമാണ് ഏത് പ്രത്യക്ഷപ്പെടലിലും നാം കാണുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. യേശുവിലേക്ക് അമ്മ നമ്മെ നയിക്കുകയാണ്. ഇതാണ് സഭ അംഗീകരിച്ചിരിക്കുന്ന ലൂർദിലും ഫാത്തിമായിലും എല്ലാം മാതാവ് കൊടുക്കുന്ന സന്ദേശം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, എവിടെ പ്രത്യക്ഷപ്പെടുന്നു, എന്ന് പ്രത്യക്ഷപ്പെടുന്നു? ഒരമ്മ എന്ന നിലയിൽ ആ മാതാവിന് അറിയാം ലോകത്ത് എപ്പോൾ എന്താവശ്യമുണ്ട്. ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഫാത്തിമായി പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ സന്ദേശം നൽകുന്നത്. പ്രാർത്ഥിക്കുക സമാധാനത്തിന് വേണ്ടി. ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള പ്രത്യക്ഷമായിരുന്നു അമ്മയുടേത്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ പറഞ്ഞു, ജപമാല അർപ്പിക്കുക, സമാധാനത്തിൻ്റെ ആയുധമാണത്. ഏത് പൈശാചിക ബന്ധങ്ങളെയും തകർക്കുന്ന ആയുധം ജപമാലയുടെ സന്ദേശമാണ് ലൂർദിൽ.
അത്ഭുതത്തിലൂടെയും അടയാളത്തിലൂടെയും അമ്മ അത് കാണിച്ചു കൊടുത്തു. ഇന്നും ലോകത്ത് പല സ്ഥലങ്ങളിലും, നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ട്. അതിലൂടെ ഓരോ സന്ദേശവും നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. ഈ പ്രത്യക്ഷങ്ങളെ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും നമുക്കിടുന്ന സന്ദേശം ഒന്ന്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പാപമാർഗം ഉപേക്ഷിച്ച് തൻ്റെ പുത്രനിലേക്ക് തിരിച്ചു വരാനാണ് അമ്മ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത് അമ്മ പറയുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് നമുക്കറിയാം, കുടുംബത്തിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല, രാഷ്ട്രത്തിൽ സമാധാനമില്ല. അതുകൊണ്ട് അമ്മ തൻ്റെ മക്കളോടായി പറയുന്നു, ഒന്ന്, സമാധാനത്തിൽ ജീവിക്കുവാൻ, രണ്ട്, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇതാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും. ഇതുതന്നെ, യേശു സ്ഥാപിച്ച ആ ദൈവരാജ്യത്തെ പ്രകാശിപ്പിക്കുക. ഞാൻ പറയുകയുണ്ടായല്ലോ, സുവിശേഷത്തിൻ്റെ പൂർത്തീകരണത്തിനോ സുവിശേഷത്തിൻ്റെ കൂടെ മറ്റൊരു സന്ദേശം കൂട്ടിച്ചേർക്കാനോ അല്ല പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നത്. സുവിശേഷം അതിൽ തന്നെ പൂർണ്ണമാണ്. എന്നാൽ സുവിശേഷത്തെ ഇന്നത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷം വഴി. അതുപോലെ തന്നെ സെലിൻ്റെ ആ ചോദ്യത്തിൽ മറ്റൊന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ തേനൊഴുകുന്നു, പാല് വരുന്നു, അതിൽ സുഗന്ധം അനുഭവിക്കുന്നു. ചില പടങ്ങളിൽ നിന്നും രക്തം ഒഴുകുന്നു. ഇതൊക്കെ എന്താണ്? വിശ്വസിക്കണമോ? ഇതൊരു സത്യമാണ്. നമ്മളീ പലരും ഈ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ചില അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എല്ലാം ഒന്നും നമ്മുടെ ബുദ്ധിക്കോ മനസ്സിലാക്കുവാനോ യുക്തിക്ക് വിശദീകരിക്കാനോ സാധിക്കുകയില്ല. പക്ഷേ ഇങ്ങനെ അനുഭവം നേരിട്ട് കാണുന്നവർക്ക്, പ്രാർത്ഥനാപൂർവം കാണുന്നവർക്ക് ചില അനുഭവങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, മാതാവിൻ്റെ അത്ഭുതം വഴിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെ അമ്മ അടയാളവും തരും. ഇതൊക്കെ ഒരു അടയാളമായിട്ട് മാത്രം എടുത്താൽ മതി. അടയാളം എന്താണ്? രോഗശാന്തി, മാനസാന്തരം, സമാധാനം, സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിൽ. ഇത് മേരിയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഇതാണ് പല പ്രത്യക്ഷങ്ങളിലും നാം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്വീകരിക്കാം, ഇതിനെ സ്വീകരിക്കാതിരിക്കാം. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുമുണ്ട്. കാരണം സുവിശേഷ സത്യം പോലെ എടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. അത് വിശ്വസിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അത് കൂടുതൽ നന്മയ്ക്കുളവാകുമെങ്കിൽ വിശ്വസിക്കാം. അത്ഭുതങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇന്നും അക്രൈസ്തവരായ എത്രയോ വ്യക്തികൾ അവിടെ ചെന്ന് ഈ മാതൃ സാന്നിധ്യത്തെ അനുഭവിച്ച് പോകുന്നു. അക്രൈസ്തവർ. അമ്മയ്ക്ക് പരിധികളില്ല. ക്രൈസ്തവർക്ക് മാത്രമേ ഈ പ്രത്യക്ഷമെന്നോ തൻ്റെ അടയാളം കൊടുക്കലെന്നോ അമ്മയ്ക്കില്ല. അമ്മയിൽ വിശ്വസിക്കുന്ന ആർക്കും ഈ ദൈവത്തിൻ്റെ കൃപ, സമാധാനം ലഭിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ കുറവില്ലങ്ങാട്ടും, അതുപോലെ തന്നെ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിലും കൊരട്ടിമുത്തിയുടെ സന്നിധിയിലും വേളാങ്കണ്ണിയിലുമൊക്കെ പോകുന്നു? വെറുതെ ഒരു പിക്നിക്കിനായിട്ട് ആരും പോകുന്നതല്ല. അതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസപൂർവ്വം പോകുന്നവർക്ക് അമ്മയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായി നിലകൊള്ളുന്നത്. ഇത് നമ്മൾ പിന്നെയും ഞാൻ വീണ്ടും ഒന്ന് പറയുന്നുണ്ട്, ഇതുപോലൊരു പ്രത്യക്ഷപ്പെടലിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ, വിവേകത്തോടെ, സഭാധികാരികളുടെ നിർദ്ദേശാനുസരണം നമ്മളിതിനെ നോക്കിക്കാണണം. ചിലപ്പോൾ എല്ലാം ഒന്നും ദൈവികമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥത ഇതിൻ്റെ ഇടയ്ക്ക് കടന്നു വരാൻ വഴിയുണ്ട്.
മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരം കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില രംഗങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതിനെ യാഥാർത്ഥത്തിൽ കാണുകയും വിശ്വാസപൂർവ്വം സമീപിക്കുകയും വിവേകപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ അത് സത്യമാണെങ്കിൽ നമുക്കത് വെളിപ്പെടുത്തി കിട്ടും. നമുക്കും ആ അനുഭവം ഉണ്ടാകും. നമുക്കും സത്യത്തിലേക്ക് കടന്നെടുക്കാൻ സാധിക്കും. ഇതാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അച്ഛാ, ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് രക്തം വരുന്നു, പാലും തേനും ഒഴുകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പലരും. ഇതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അത് ഇതൊക്കെ വാസ്തവമാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്തുകൊണ്ടാണ് സഭ ഇവയൊന്നും അംഗീകരിക്കാത്തത്? ഒന്നാമത്തെ കാര്യം, ഫാത്തിമ രഹസ്യത്തെപ്പറ്റി പറഞ്ഞല്ലോ. അവസാനത്തെ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടുവെന്നും അത് ലോകാവസാനത്തെപ്പറ്റിയാണ് പറയുന്നതെന്നും അധികം താമസിക്കാതെ ലോകാവസാനം നടക്കുമെന്നുമൊക്കെ ചില പ്രചരണങ്ങളൊക്കെ ഇതിലേക്കുണ്ട്. കാലം തീർന്നു എന്നൊക്കെ. ഇതേപ്പറ്റി ബെനഡിക്ട് മാർപ്പാപ്പ തന്നെ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. യേശുവിനോട് തന്നെ എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു തന്നെ പറഞ്ഞത്, അതെൻ്റെ പിതാവിനല്ലാതെ വേറെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ പിതാവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം ഇന്ന് നമ്മുടെ ഇടയിൽ ചിലർക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില വാർത്തകളെപ്പറ്റി ഞാനും കേൾക്കാറുണ്ട്. നമ്മൾ അതിലൊട്ടും വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പരിധികളൊന്നുമില്ല. അങ്ങനെ പ്രത്യേകമായി ഒരു സന്ദേശം കൊടുത്തതായിട്ട് ഏതായാലും ഔദ്യോഗികമായി ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പിന്നെ ലോകാവസാനം എന്താണ്? അതിന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട്. അത് കർത്താവും പറയുന്നുണ്ട്. മാറനാത്ത, വീണ്ടും കർത്താവിൻ്റെ ആ വരവിനായിട്ടുള്ള കാത്തിരിപ്പും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ക്രിസ്തു രഹസ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് ആ ക്രിസ്തു രഹസ്യം? യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. നാം കാത്തിരിക്കണം ഓരോ ദിവസവും എന്ന് വിചാരിച്ചുകൊണ്ട് നാളെ ലോകം അവസാനിക്കണമെന്നില്ല. നമ്മളുടെ ജീവിതം യേശുവുമായി ഒന്നുചേരുന്ന, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകം അവസാനം. ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ പ്രചരിപ്പിച്ചാൽ അതിനെ ഒട്ടും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സഭാധികാരികൾ, തിരുസഭ ഒരിക്കലും അങ്ങനെയൊരു പ്രബോധനം നൽകുന്നില്ല തിരുസഭയിൽ. രണ്ടാമത്തെ കാര്യം, നമുക്ക് മറ്റൊരു കാര്യവും ചിന്തിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞു, മേരി അയക്കപ്പെട്ടവളാണ്. ഈ അയക്കപ്പെടുന്ന മേരി കാലാകാലങ്ങളിൽ, സമയാസമയങ്ങളിൽ, ദൂരദേശങ്ങളിൽ നമ്മുടെ സമീപത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷപ്പെടൽ വഴി യേശുവുമായിട്ടുള്ള ആ ബന്ധം എന്താണ്? സുവിശേഷത്തിലോ വിശുദ്ധ ഗ്രന്ഥത്തിലോ എന്തെങ്കിലും ഇതിന് അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. ഞാൻ അതിൻ്റെയും അടിസ്ഥാനം കണ്ടെത്തുന്നത് സുവിശേഷത്തിൽ തന്നെയാണ്. സുവിശേഷത്തിൽ യേശുവിൻ്റെ വചനത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോടായി പറയുന്നുണ്ട്, താൻ അയക്കുന്നവരെ സ്വീകരിക്കുന്നവരെ പറ്റി. ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 13 വാക്യം 20. യേശു ശിഷ്യന്മാർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകിയ ശേഷം യേശു പറയുകയാണ്, അവരെ എന്തുകൊണ്ട് അയക്കുന്നു, അവരെ സ്വീകരിക്കുന്നവരൊക്കെ എന്ത് സംഭവിക്കുന്നുവെന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇതാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ എല്ലാം അന്തിമ ലക്ഷ്യം. അയക്കപ്പെട്ട മേരി. യേശു പറയുന്നു, ഞാൻ അയക്കുന്ന വ്യക്തിയെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു.
അപ്പോൾ മേരിയിൽ വിശ്വസിക്കുന്നവർ, അത് യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ മേരിയിലും വിശ്വസിക്കുന്നുള്ളൂ. എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും സ്വീകരിക്കുന്നു. അപ്പോൾ ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ കാലാകാലങ്ങളിലുള്ള സന്ദേശം. പിന്നെ ഇതെങ്ങനെ സ്വീകരിക്കണം? ഞാൻ മുമ്പ് പറഞ്ഞു, വിവേകപൂർവം സ്വീകരിക്കണം, വിശ്വാസപൂർവം സ്വീകരിക്കണം, അതുപോലെ തന്നെ സഭാധികാരികളുടെ നിർദ്ദേശാനുസരണം. എന്തുകൊണ്ട് നമ്മൾ സഭാധികാരികളുടെ നിർദ്ദേശാനുസരണം എന്ന് പറയുന്നത്? ഇതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. മാനുഷികമായ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പല തെറ്റായ നടപടികളും മാതാവിൻ പ്രത്യക്ഷത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം നിന്ന് പഠിക്കുന്നു. ഇപ്പോൾ മുമ്പേ നമ്മൾ കണ്ടതുപോലെ സെലിൻ്റെ എഴുത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചില സ്ഥലത്ത് സുഗന്ധം ഉണ്ടാകുന്നു, തേനുണ്ടാകുന്നു. ഞാനൊരിക്കൽ പറയുകയുണ്ടായി, സുഗന്ധം, തേൻ, പാല് ഇതെല്ലാം ദൈവികതയുടെ, നന്മയുടെ അടയാളങ്ങളാണ്. അവിടെ മേരിയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വിശ്വാസപൂർവ്വം എടുക്കുന്നവർക്ക്. അതല്ല, ദുർഗന്ധമാണ്, മറ്റ് ചില പ്രതിഭാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ പൈശാചികതയുടെ, തിന്മയുടെ അടയാളങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മേരിയുടെ സന്ദേശം ഉള്ളിടത്ത്, പ്രത്യക്ഷമുള്ളിടത്ത് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള, നന്മയുടേതായിട്ടുള്ള, സുഗന്ധപൂരിതമായ അടയാളങ്ങളാണ് ലഭിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷമുള്ളിടത്ത് തന്നെ എല്ലാവർക്കും ഒരേ അനുഭവം ലഭിക്കണമെന്നുമില്ല. ഒരു സമൂഹത്തിൽ ചിലർക്കിതിൻ്റെ അനുഭവം ഉണ്ടാകാം, ചിലർക്ക് അനുഭവമില്ലാതിരിക്കാം. ഇത് നമ്മൾ അർത്ഥമാക്കേണ്ടതില്ല ആ അനുഭവം ഉള്ളവർ കൂടുതൽ വിശുദ്ധരാണെന്നും അനുഭവമില്ലാത്തവർ കുറഞ്ഞ വിശുദ്ധിയുള്ളൂ എന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇതിലൊരു ദൈവത്തിൻ്റെ കൃപയും ആവശ്യമുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതനുസരിച്ചാണ് നമുക്കും ഈ വെളിപാടും ഈ അനുഭവവും നമുക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. ചിലർ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്നു, വളരെ മോശമായി ഇതിനെ ചിത്രീകരിക്കുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിൽ തന്നെ നോക്കുക. 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്നും പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശു തന്നെ നേരിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തവരാണ് അന്നത്തെ ജനങ്ങളെങ്കിൽ ഇന്നത്തെ ജനങ്ങൾക്കും ഇതേ സ്വഭാവവും ഇതേ രീതിയും ഉണ്ടാവും. അതേപ്പറ്റി നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് തരുന്ന സന്ദേശം നമ്മൾ എന്താണോ അതാണ് എടുക്കേണ്ടത്. നമ്മൾ കൂടുതൽ നല്ല ക്രൈസ്തവരായി ലോകത്തിന് സാക്ഷ്യം കൊടുക്കുക. അമ്മയ്ക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. നാം ക്രൈസ്തവരായി ജീവിച്ചതുകൊണ്ട് മാത്രമായില്ല, അയക്കപ്പെട്ടവരാണ്, സാക്ഷി നൽകുന്നവരാണ്. തിരുസഭ ഇതിനെ എപ്രകാരം ഇതിനെ കാണുന്നു എന്ന് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് നാം കാണിക്കേണ്ട ബഹുമാനത്തെപ്പറ്റിയും പരിശുദ്ധ അമ്മയോട് എപ്രകാരം നമ്മളുടെ വണക്കം പ്രകടിപ്പിക്കണമെന്നതിനെപ്പറ്റിയും കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു പ്രത്യക്ഷമോ അത്ഭുതങ്ങളോ എങ്ങനെ നമ്മൾ വീക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല കൃത്യമായി. അത് സഭാധികാരികളുടെ ഇംഗിതത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ അത് പഠിച്ച് അവർ അതേപ്പറ്റി പിന്നീട് ഒരാളും കുറ്റപ്പെടുത്തിയാലാത്ത രീതിയിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഇത് തെളിഞ്ഞു വന്നെങ്കിൽ മാത്രമേ സഭ ഇതിനെ അംഗീകരിക്കുകയുള്ളൂ. ലോകത്തിൽ എല്ലാ രാഷ്ട്രത്തിലും മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടായിട്ടുണ്ടെങ്കിലും മാർപ്പാപ്പന്മാർ തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിലും ലൂർദ്, ഫാത്തിമ, ഗുഡാലുപ്പെ ഇതുപോലുള്ള ചുരുക്കം ചില തീർത്ഥാടന കേന്ദ്രത്തെ മാത്രമേ
സഭ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ മാറി നിൽക്കുവാൻ ഒരിക്കലും സഭ പറയുന്നില്ല. അതവർ വിശ്വാസത്തോടെ എടുക്കുക. രണ്ടാം വത്തിക്കാൻ സൂനോദോസിൽ ഇതേപ്പറ്റി പറയുമ്പോൾ, ഭക്തകാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ പറയുന്ന ഇതാണ്: രക്ഷണീയ ചരിത്രമെല്ലാം സകാഠം ബന്ധപ്പെട്ടിട്ടുള്ള മറിയം ഒരു തരത്തിൽ വിശ്വാസത്തിൻ്റെ കേന്ദ്ര സത്യങ്ങളെല്ലാം തന്നിൽ സംയോജിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യപ്രദവും പ്രമാദരഹിതവുമായ പഠനത്തിൻ്റെ പരിധിക്കുള്ളിൽ സ്ഥലകാല സാഹചര്യങ്ങളും വിശ്വാസികളുടെ വികാരഭേദങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ദേവമാതാവിൻ്റെ ബഹുമാനാർത്ഥം നിരവധി ഭക്തി മുറകൾ തിരുസഭ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വിചാരങ്ങളെയും സംസ്കാരത്തെയും അതുപോലെ തന്നെ വിശ്വാസ സംഹിതങ്ങളെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ ഭക്തിമുറകളെ സഭ അംഗീകരിക്കുന്നു. എന്നിട്ട് സഭ പറയുന്നുണ്ട് എന്താണ്? അവയുടെ എല്ലാം ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതിനോടുകൂടി പുത്രൻ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. ഏത് അത്ഭുതം നടക്കുന്ന സ്ഥലമാണെങ്കിലും നാം ഒന്നാമതായി കാണേണ്ടത് ഈ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അവയുടെ എല്ലാം ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതിനോടുകൂടി പുത്രൻ യേശുമിശിഹ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മൗത്തീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. യേശു അറിയപ്പെടാത്ത, സ്നേഹിക്കപ്പെടാത്ത, മഹത്വീകരിക്കപ്പെടാത്ത ഒരു വണക്കവും ഒരു സ്ഥലവും തിരുസഭ അംഗീകരിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ മരിയ ഭക്തിയുമല്ല താനും. അപ്പോൾ ഇതാണ് ഏത് മരിയ ഭക്തിയുടെയും മരിയ വണക്കത്തിൻ്റെയും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും കേന്ദ്രബിന്ദു യേശുവാണ്. യേശു വണങ്ങപ്പെടണം, സ്നേഹിക്കപ്പെടണം, മഹത്വീകരിക്കപ്പെടണം. സഭയുടെ ആഗ്രഹവും അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശവും അതുതന്നെയാണ് എല്ലാ പ്രത്യക്ഷപ്പെടലിലും. കാലകാലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലെല്ലാം നമ്മെ നയിക്കുന്നത്, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. പൗലോസിലെ പറയുന്നുണ്ടല്ലോ, ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കരും നിർമ്മലരുമായി തീരുവാനാണ്. എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1 മുതൽ തുടങ്ങുന്ന വാക്യത്തിൽ പറയുന്നതാണ്. ഈ ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ കാണുന്നത്. നമ്മളെ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് നയിക്കുക. അതിനുവേണ്ടി ചില അടയാളങ്ങളും അത്ഭുതങ്ങളും അമ്മ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നു. ഈ സന്ദേശം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ കാണിച്ചു തന്ന പ്രകാശത്തിൻ്റെ, സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ ആ മാർഗത്തിലൂടെ ചരിക്കുവാൻ നമ്മുടെ ജീവിതവും നാം തയ്യാറാക്കണം. അതുകൊണ്ട് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും അല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വിശുദ്ധമായ സുവിശേഷത്തിൽ, യേശുവിൻ്റെ സന്ദേശത്തിൽ, യേശു എന്ന വ്യക്തിയിലാണ് അത് എത്തി നിൽക്കുന്നത്. നമുക്ക് ആ യേശുവിനെ അനുകരിക്കാം. സ്നേഹപൂർവ്വം ജീവിക്കുവാനും സമാധാനം എല്ലാവർക്കും നൽകുവാനുമായി നമുക്ക് ശ്രമിക്കാം. അതാണ് സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്ദേശവും. അങ്ങനെ അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മാതാവിൻ്റെ ആ സന്ദേശം, സമാധാനം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സംരക്ഷണവും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.